പടവേടിച്ച് പന്തളത്ത് ചെന്നപ്പോ അവിടെ പന്തവും കുത്തി പടാന്ന് പറഞ്ഞല്ല ഈ മുട്ടി എല്ലാം കൂടെ അടിച്ചു കൂട്ടി ഒരു 205 റൺസ് എടുത്ത് നല്ല ഏകപക്ഷീയമായിട്ടൊക്കെ ഇന്ന് ജയിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വന്നപ്പോഴത്തേക്കാണ് താണ്ട കരുൺ നായർ ഒരു രക്ഷയില്ല വന്ന് അടിയോടടി ഉമ്രയൊക്കെ എടുത്ത് പറക്കി എടുത്തിട്ട് അടിക്കുക. കരുൺ നായർ ഔട്ട് ആവുന്നത് 12ാമത്തെ ഓവറിലാണ്. ഏകദേശം 135 റൺസ് 3 വിക്കറ്റ് നഷ്ടമായി. അവിടുന്ന് ഏകദേശം 8 ഓവറുണ്ട്, 70 റൺസ് മതി. നോക്കുകയാണെങ്കിൽ അക്ഷർ പട്ടേൽ ഉണ്ട്, KL രാഹുൽ ഉണ്ട്, സ്റ്റബ് ഉണ്ട്, അശുതോഷ് ഉണ്ട്. ഇനി വേണമെന്ന് വെച്ചാൽ വിപ്രാജും ഉണ്ട്. ഒരു നല്ല അവിടുന്ന് ജയിക്കാം, ഈസി ആയിട്ട് ജയിക്കാന്ന് പറയേണ്ടിയിരിക്കുന്നു. എത്ര ഓവറിൽ ജയിക്കും, അത് അവസാനം ഓവർ വരെ പോകുമോ, എത്ര ഓവറിന് ജയിക്കുമെന്നുള്ളൊരു മത്സരമായിരുന്നു. അവിടുന്ന് നോക്കുമ്പോഴത്തേന് തുടരെ വിക്കറ്റുകൾ കൊണ്ട് കളയുന്നു. അവരുടെ ക്യാപ്റ്റൻ വരുന്നു അക്ഷർ പട്ടേൽ. ഓവർ കോൺഫിഡൻസ് ആയിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഡൽഹി വിജയത്തിൽ അങ്ങ് അലിഞ്ഞു ചേർന്ന് ഇന്നാണ്ട് അവസാനമാണ് ഭണ്ഡാരം അടങ്ങി തോക്കുകയും ചെയ്തെന്ന് പറയേണ്ടിയിരിക്കുന്നു. ആ ഒരു അവസ്ഥയാണ് അങ്ങനെ. അല്ലെങ്കിൽ ഒരു അടുപ്പിച്ച് 4 വിജയമൊക്കെ വരുമ്പോഴത്തേന് ചെറുതായിട്ടൊന്ന് അഹങ്കരിക്കും. എന്തോ ഭാഗ്യത്തിനാണ് ബാംഗ്ലൂരിൽ ജയിച്ചത്. ബാംഗ്ലൂരിലെ ചെറിയൊരു കയ്പ് ഉണ്ടായിരുന്നു. എന്തായാലും ഇത് എങ്ങോട്ടാണ് ഈ ഡയറക്ഷൻ എന്നുള്ള കാര്യം എന്തായാലും ബാംഗ്ലൂരിനെ മനസ്സിലായി. പക്ഷെ ബാംഗ്ലൂരിൽ എന്തായാലും ഒരു വ്യക്തിപരമായ ഒരു ഇന്നിങ്സ് ആയിരുന്നു രാഹുലിനെ സംബന്ധിച്ചിടത്തോളം. ബിക്കോസ് ബാംഗ്ലൂർ ടീമിൽ എടുക്കുന്നില്ല, ആ ടീമിൽ എടുക്കാത്തതിന് ഒരു വ്യക്തിപരമായ ഒരു ഇന്നിങ്സ് ആയിരുന്നു അവിടെ. അല്ലെങ്കിൽ അവിടെ ഒരു തകർച്ചയിലോട്ട് തന്നെ ആയിരുന്നു എന്തായാലും ഡൽഹി പൊയ്ക്കൊണ്ടിരുന്നത്. എന്തായാലും ഇവിടെ ആ തകർച്ച അങ്ങ് പൂർണ്ണമായെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇത്രയും നല്ലൊരു തുടക്കം കിട്ടിയിട്ട് സൂപ്പർ തുടക്കം എന്ന് പറയേണ്ടിയിരിക്കുന്നു. അഭിഷേക് പൂറലും കരുൺ നായരും കൂടെ നിന്ന് അവിടെ ഒരു മനോഹരമായ ഒരു ഇന്നിങ്സ് കളിക്കുന്നു. ഏകദേശം 61 ബോളിൽ 119 റൺസ് എടുക്കുന്നു. അതിൽ 77 റൺസ് കരുൺ നായറിന്റെയും അഭിഷേക് പൂറലിന്റെ 33 റൺസുമാണ് ഉള്ളത്. മനോഹരമായി 61 ബോളിൽ 119 റൺസ് എടുക്കുന്നു. എന്നാൽ 119 റൺസ് എടുത്ത് നിൽക്കുമ്പോഴത്തേന് അഭിഷേക് പൂറൽ പോകുന്നു. കരുൺ നായർ തന്നെ കളിച്ചുകൊണ്ടേയിരുന്നു. ബുംറയൊക്കെ ആണെങ്കിൽ എടുത്തിട്ട് അടിക്കുമായിരുന്നു പറയുന്നത്. ഇന്ത്യയുടെ വലിയ ഫാസ്റ്റ് ബോളറാണ്. ഇന്ന് 6-4 ഫുൾ നല്ല ഫോമിൽ തന്നെ ആയിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു കരുൺ നായർ. എന്തായാലും ഇന്ന് BCCIയോട് പറയാതെ അങ്ങ് പറഞ്ഞു എന്ന് പറയേണ്ടിയിരിക്കുന്നു. എല്ലാ ആമുഷവും ദേഷ്യവും ഇന്ന് കാണിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ മനുഷ്യനോട് കാണിച്ച വലിയ ക്രൂരത തന്നെയാന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് വിരാട് കോഹ്ലി. കരുൺ നായരുടെ 300 ഒരു ക്രിക്കറ്റ് ഫാനിനും മറക്കാൻ കഴിയത്തില്ല. അതുപോലെ നല്ല മനോഹരമായ ഒരു ഇന്നിങ്സ് കളിച്ച കരുൺ നായറിനെ പിന്നെ ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ തന്നെ എടുത്ത് പുറത്താക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത്രയും ഒരു ദ്രോഹം എന്തായാലും വിരാട് കോഹ്ലി നീ കാണിക്കാൻ പാടില്ലായിരുന്നു ഇവനോട്. ഇനി ഒരു അവസരം കിട്ടുവാണെങ്കിൽ നീ ബാംഗ്ലൂരിനെ ഇതേപോലെ കളിച്ച് വിരാട് കോഹ്ലിയുടെ ടീമിനെ നീ പരാജയപ്പെടുത്തണം. ബിക്കോസ് അതുപോലത്തെ ചതിയാണ്, അതുപോലത്തെ ക്രൂരതയാണ് നിന്നോട് അവൻ കാണിച്ചതെന്ന് ഒരു സംശയമില്ല, എല്ലാവർക്കും അറിയാം. മനോഹരമായ ഒരു ഇന്നിങ്സ് എന്തായാലും കരുൺ നായർ കളിച്ചു. എന്നാൽ ഡൽഹിയുടെ ഓവർ കോൺഫിഡൻസും അമിത വിശ്വാസവും അവരെ പരാജയപ്പെടുത്തി എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. ഇന്നത്തെ വിജയം ഡൽഹി ഒരിക്കലും വർഗ്ഗിക്കുന്നേ ഇല്ല. മോശം ഫീൽഡിംഗ് ആയിരുന്നു, വളരെ മോശം ഫീൽഡിംഗ് ആയിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. എത്ര ക്യാച്ച് കൊണ്ട് കളഞ്ഞതെന്ന് അറിയാം. ഒരു 180-185 പിടിച്ചു നിർത്താൻ കഴിഞ്ഞാൽ അവിടെ തിലക് വർമ്മയുടെ ക്യാച്ച് കൊണ്ട് കളയുന്നു, സൂര്യയുടെ ക്യാച്ച് കൊണ്ട് കളയുന്നു, അമന്റെ ക്യാച്ച് കൊണ്ട് കളയുന്നു. മോശം ഫീൽഡിംഗ് ആയിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആ വിജയത്തിൽ അങ്ങ് അലിഞ്ഞു ചേർന്ന് പോയി 4 വിജയത്തിൽ. എന്നാലും ഇന്ന് എന്തായാലും കയ്പ് എന്തായാലും കിട്ടിയെന്ന് പറയേണ്ടിയിരിക്കുന്നു. ജയിച്ച കളി എങ്ങനെ കൊണ്ട് പരാജയപ്പെടുത്താമെന്ന് ഇന്ന് ഡൽഹി നല്ല മനോഹരമായിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുത്തു എന്ന് തന്നെ പറയുന്നു. പറഞ്ഞ പോലെ തന്നെ ഡൽഹിക്ക് അത്ര നല്ല ടീമൊന്നും അല്ല. ഡൽഹിയുടെ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ സ്പിന്നർമാർ നോക്കുവാണെങ്കിൽ ദീപും ഒക്കെ ഒരുവിധം നല്ല രീതിയിൽ ബോൾ ചെയ്യുന്നുണ്ട്, അവര് വിക്കറ്റും കിട്ടുന്നുണ്ട്. ബാക്കി നോക്കുവാണെങ്കിൽ വലിയ ബോളിംഗ് ഒന്നും അവിടെ കാഴ്ചവെക്കുന്നൊന്നുമില്ല. അതിനനുസരിച്ച് ബാറ്റിംഗും ഇല്ല. ജേക്ക് ഫ്രൈസറിന്റെ ഫോം നോക്കിക്കേ, പുള്ളിയുടെ ഫോം വളരെ മോശം ഫോം തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അക്ഷർ പട്ടേൽ ജയിക്കേണ്ട ഒരു കളിയെ പന്ന ഷോട്ട് കളിച്ച് പുള്ളിയുടെ വിക്കറ്റ് കൊണ്ട് കളയുന്നു. അതുപോലെ തന്നെ അഭിഷേക് പൂറലിന് 30 റൺസ് കൂടുതലൊന്നും അഭിഷേക് പൂറലിന് എടുക്കാനേ കഴിയുന്നില്ല. എല്ലാ കളിയിലും അഭിഷേക് പൂറൽ വരും, ഒരു 30 എടുക്കും മാക്സിമം. അതിൽ കൂടുതലൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല, നമ്മൾ കൂട്ടിയ കൂടത്തില്ല, ബാക്കി നിങ്ങൾ നോക്കി. അങ്ങനെ നമ്പർ 3 വരുന്നവർ അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ടീമിന് പ്രഷർ തന്നെയാണ്. എല്ലാ കളിയിലും KL രാഹുൽ കളിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. എല്ലാ കളിയിലും സ്റ്റബ്സ് പോയി കളിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അശുതോഷ് ശർമ്മ എല്ലാ കളിയിലും അടിച്ച് ജയിപ്പിക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഡൽഹി 1-2 കളിയിൽ എന്തായാലും എക്സ്പോസ് ആണ്. എന്നാൽ ഇന്ന് അത് എന്തായാലും ക്ലിയർ ആയെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് കരുൺ നായരുടെ ഒരു ഇന്നിങ്സ് ഇല്ലായിരുന്നെങ്കിൽ ഏകപക്ഷീയമായി മുംബൈ ജയിച്ചു പോയേനെ. നെറ്റ് റൺ റേറ്റ് കുറച്ചും കൂടെ കിട്ടിപ്പോയേനെ മുംബൈക്ക്. പക്ഷെ ആരും പ്രതീക്ഷിക്കാത്ത പോലെ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ പന്തളത്ത് ചെന്നപ്പോൾ അവിടെ പന്തവും കുത്തി പടാന്ന് പറഞ്ഞ പോലെ നാടകം കരുൺ നായർ ബാറ്റും പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു രക്ഷയില്ല. ഇന്ന് ഞാൻ ആരും പ്രതീക്ഷ കാണത്തില്ല കരുൺ നായർ ഇങ്ങനെ ഒരു ഇന്നിങ്സ് കളിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. എന്ന മനോഹരമായ ഒരു ഇന്നിങ്സ് കളിച്ചു. എന്നാലും മുംബൈക്ക് എന്തായാലും ഏകപക്ഷീയമായ ഒരു വിജയത്തെ കൊടുത്തില്ലെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പിന്നെ അശുതോഷ് ശർമ്മ എന്താ കാണിച്ചതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. മിച്ചൽ സ്റ്റാർക്കിനെ കൂട്ട് ബാറ്റ് പിടിക്കാൻ അറിയാവുന്ന ഒരു പ്ലെയറാണ്. അവിടെ കുൽദീപ് യാദവോ മോജിത് ശർമ്മയോ ഒക്കെ നിന്നിരുന്നെങ്കിൽ കാണിച്ചത് ഓക്കെ, നമുക്ക് ശരിവെക്കായിരുന്നു. എന്നാൽ മിച്ചൽ സ്റ്റാർക്കിനെ കൂട്ട് ഒരാൾ അവിടെ നിൽക്കുമ്പോഴത്തേന് എന്തിനാണ് അവിടെ എടുക്കുന്നത്? അവിടെ റൺസ് എന്തായാലും കിട്ടാൻ പോകുന്നില്ല. ചുമ്മാ വിക്കറ്റ് കൊണ്ട് കളഞ്ഞു എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. ബാക്കി ഇങ്ങോട്ട് വരുന്നവരല്ല, കുൽദീപ് ആയാലും ഇറങ്ങി ഓടുന്നു, മോഹിത് ശർമ്മ ആയാലും ഇറങ്ങി ഓടി അവരുടെ വിക്കറ്റ് കൊണ്ട് തുലയ്ക്കുന്ന ഒരു അവസ്ഥ എന്തായാലും നമ്മൾ ഇന്ന് എന്തായാലും കണ്ടു. അശുതോഷ് ശർമ്മയും വിരാട് കോഹ്ലിയും അവിടെ നിന്നപ്പോൾ ഡൽഹി എന്തായാലും വിജയം പ്രതീക്ഷിച്ചു. അവിടുന്ന്
അതിൽ മുംബൈയുടെ ആ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ നോക്കുമ്പോഴത്തേനും അവരെന്തായാലും അവിടുന്ന് പരാജയം മണത്തത് തന്നെയാണ്. അവിടുന്ന് എന്തായാലും അവർക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിച്ചില്ല. എന്നാലും അതിമനോഹരമായിട്ട് എന്തായാലും ഹാർദിക് പാണ്ഡ്യ അവിടെ ക്യാപ്റ്റൻസി ഉപയോഗിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത്. 16ാമത്തെ ഓവർ കരൺ ശർമ്മ വരുന്നു, നല്ല മനോഹരമായിട്ട് ബോൾ ചെയ്യുന്നു, ഒരു വിക്കറ്റ് അവിടെ നേടുന്നു, വെറും 6 റൺസാണ് ആ ഓവർ വിട്ടുകൊടുത്തത്. 17ാമത്തെ ഓവർ സൂപ്പർ ഓവർ എന്ന് പറയുന്നത് പറയേണ്ടിയിരിക്കുന്നു. റൺബോൾട്ട് വരുന്നു, വെറും 3 റൺസ് വിട്ടുകൊടുത്തു. 18ാമത്തെ ഓവറിൽ ഡൽഹി മാച്ചിലേക്ക് തിരിച്ചു വരുന്നു. യുവരാജ് നിഗം വന്ന് 6ഉം 4ഉം ഒക്കെ അടിച്ച് മാച്ചിലേക്ക് അവരെ തിരിച്ചുകൊണ്ടുവരുന്നു. എന്നാൽ അതിമനോഹരമായ ഒരു ബോളിങ്ങിലൂടെ മിച്ചൽ സ്റ്റാർക്കർ എന്തായാലും പുള്ളിയുടെ വിക്കറ്റ് എടുത്തു. സൂപ്പർ, അവിടുന്ന് തിരിച്ചു വന്നെന്ന് പറയേണ്ടിയിരിക്കുന്നു. പിന്നെ 19ാമത്തെ ഓവറിൽ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചു. അശുതോഷ് ശർമ്മ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇനി എവിടെ കൊണ്ട് അവസാനിക്കും? 19ാമത്തെ ഓവറിൽ അവസാനിക്കും? 20ാമത്തെ ഓവറിൽ എത്രാമത്തെ ബോളിന് മുമ്പിൽ ഈ കളി തീരുമെന്നുള്ളത് മാത്രമേ ഉള്ളായിരുന്നു ചോദ്യചിഹ്നം. എന്നാൽ ദാണ്ട് കിടക്കുന്നു അശുതോഷ് ശർമ്മയുടെ മണ്ടത്തരം. ഒരു ഓവറിൽ 3 വിക്കറ്റ് അടുപ്പിച്ച് 3 ബോളിൽ 3 വിക്കറ്റ് കൊണ്ട് കളയുന്നു. അങ്ങനെ മാച്ച് കയ്യിൽ കൊണ്ട് കളഞ്ഞു എന്ന് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ തുടരെയുള്ള വിജയങ്ങൾ എന്തായാലും ടീമിന് ദോഷം ചെയ്യും. അതാണ് ഇന്നത്തെ ഡൽഹിയുടെ പെർഫോമൻസ് കണ്ടത്. പോയിന്റ് ടേബിൾ 2ാം സ്ഥാനത്താണ്. പക്ഷേ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ 2 മത്സരങ്ങൾ വിജയിച്ച ടീമുകളൊക്കെ കയറി വരുന്ന അവസ്ഥയും 4 മത്സരങ്ങളും 3 മത്സരങ്ങളും ഒക്കെ ജയിച്ച ടീമുകൾ തോക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലാവത്തില്ല. അങ്ങോട്ട് പോകുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇത് മനസ്സിലാവും ഇന്നത്തെ പരാജയത്തിന്റെ വില. കയ്യിലിരുന്ന കളി കൊണ്ട് കളഞ്ഞു എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. ഒരു നിർഭാഗ്യവാനാണ് കരുൺ നായർ എന്ന് പറയേണ്ടിയിരിക്കും. ഇത്രയും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടും ടീമിന് ജയിക്കാൻ കഴിഞ്ഞില്ലല്ലോ. മുംബൈ നോക്കുമെങ്കിൽ മുംബൈ നല്ല മനോഹരമായി ബാറ്റ് ചെയ്തു എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. സൂര്യകുമാർ നല്ലപോലെ കളിക്കുന്നു, പുറമെ നല്ലൊരു ഇന്നിങ്സ് കാഴ്ചവെച്ചു. അതുപോലെ തന്നെ അമൻദീർ സൂപ്പർ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. പരാജയത്തിൽ നിന്നും ഒരുപാട് പഠിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വിൽജാക്കിനെ എന്നാലും അവര് പരീക്ഷിക്കുന്നത് ഏകാമനായിട്ട് അത് പറ്റിയ ഒരു പൊസിഷൻ തന്നെയാണ് വിൽജാക്ക്. ഈ ഒരു ബാറ്റിംഗ് കൊണ്ട് തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ ഹാർദിക് പാണ്ഡ്യക്ക് പ്രത്യേകിച്ച് ഒന്നും കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. വന്നു അടിച്ചു കളിക്കാൻ ശ്രമിക്കുന്നു എന്ന വിക്കറ്റ് കൊണ്ട് വലിച്ചു കളയുന്നു. പിന്നെ രോഹിത് ശർമ്മ പിന്നെ എന്നെ കൊന്നാലും ഞാൻ കളിക്കത്തില്ല, എന്നെ പുറത്താക്കിക്കും. യുവമാർക്ക് വേണ്ടിയുള്ള കളിയൊക്കെ ഞാൻ 2023 അവസാനിപ്പിച്ചു. ഇനി ഇമാർക്ക് വേണ്ടി ഞാൻ അനങ്ങത്തില്ല. എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും ഈ പ്രാവശ്യം ഞാൻ കളിക്കത്തില്ല, എന്നെ പുറത്താക്കിക്കോ, എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ ഇമാരെ പറ്റിക്കും. എനിക്ക് തോന്നുന്നില്ല രോഹിത് ശർമ്മയെന്ന് വലുതായിട്ടൊന്നും നമുക്ക് ഈ പ്രാവശ്യം മുംബൈക്ക് പ്രതീക്ഷിക്കാനൊന്നും പറ്റത്തില്ല. ഇത് തന്നെയായിരിക്കും രോഹിത് ശർമ്മയുടെ ഒരു പെർഫോമൻസ്. മുംബൈക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ പുള്ളിയെ ഒന്നാക്കി വിടുക. പുള്ളി അടുത്ത പ്രാവശ്യം വേറെ ഏതെങ്കിലും ജേഴ്സി പോയി കളിച്ചോട്ടെ. മുംബൈ അങ്ങനെ വിജയത്തിന്റെ ട്രാക്കിലേക്ക് തിരിച്ചു വന്നു. എല്ലാ മുംബൈ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷ വാർത്ത തന്നെയാണ്. അങ്ങനെ പോയിന്റ് ടേബിൾ എന്തായാലും മുംബൈ 7ാം സ്ഥാനത്തേക്ക് പോയി. ഡൽഹി ആ പോയിന്റ് ടേബിൾ 2ാം സ്ഥാനത്ത് നിൽക്കുന്നു.